ഇതാണ് അതിൻ്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പറയുന്ന രാജ ഗെയിംസ് എന്ന് പറഞ്ഞതിൻ്റെ ലെവൽ 2 5 പേരെ കിട്ടിയാൽ 600 രൂപ, 1000 പേരെ കിട്ടിയാൽ ഡെയിലി സാലറി 1,00,000 രൂപ. ധ്യാനൊന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എത്ര പടം ചെയ്തിട്ടുണ്ട് മൂപ്പര്. ഇപ്പോഴും റമ്മിയുടെ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസ പോകുന്നുണ്ട്. മമ്മൂക്ക ഒരു സോപ്പിൻ്റെ പരസ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? എന്തിലൊക്കെ സോപ്പ്, സൗന്ദര്യം നിങ്ങളെ തേടി വരും. ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്, സൗന്ദര്യം എന്നെ തേടി വന്നില്ല, ഞാൻ 3 മാസം ഉപയോഗിച്ചു, അവസാനം അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടി വന്നു. സ്വന്തം ഫോളോവേഴ്സിനെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്. കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിന് 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം 1 BHK വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തപ്പിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞാൻ ഈ ഫ്ലാറ്റ് എടുത്തത് ഗെയിം കളിച്ചിട്ടാണ്. തൊപ്പി എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ ആളും ഇതേപോലെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നു, 2 ലക്ഷം ഉണ്ടാക്കി, 4 ലക്ഷം ഉണ്ടാക്കി, 10 ലക്ഷം ഉണ്ടാക്കി, കോടി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതും ലൈവ് സ്ട്രീമിലിരുന്ന് പറയുന്നത് ഈ കാണുന്ന മൊത്തം ചെറിയ ചെറിയ കുട്ടികളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിലൊരു battery.ai എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടിട്ടില്ലേ, അതുവരെ ഇല്ലീഗലായിട്ടാണ്. നമ്മൾ ജയിക്കുകയാണ് അല്ലെങ്കിൽ എത്ര പേര് ബെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബെറ്റ് ഏത് കളറിലേക്കാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരവിടെ ഇരുന്ന് ലൈവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ആളെല്ലാ ദിവസവും ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ പോവുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും അവസാനം എനിക്ക് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന പൈസ എങ്ങനെ കിട്ടിയെന്നറിയാം, ഗെയിം കളിച്ച്. നിങ്ങളും പോയി കളിക്കും. അതെ അതെ, അല്ല ഈ പറയുന്ന ഇവരൊക്കെ ചാരിറ്റി ഒക്കെ വെറും കണ്ടന്റ് മാത്രം. അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമസ്കാരം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഗെയിം കളിച്ചിട്ട് കാറും ഫ്ലാറ്റും അതേപോലെ തന്നെ പലതരത്തിലുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അല്ലേ? പക്ഷെ ഓഫ്ലൈനിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിനെല്ലാം വിപരീതമായിട്ട് ജീവനും പണവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട മനുഷ്യരെയാണ് കാണുന്നത്. ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്പുകൾ വഴി ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി നമുക്ക് സാരമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്കൊപ്പം ഇന്നുള്ളത് അഭിജിത്താണ്. നമസ്കാരം. അഭിജിത്തെ, അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് ഒരു 5 രൂപയോ അല്ലെങ്കിൽ 10 രൂപയൊക്കെ ഇട്ട് ഒരു 50,000 രൂപയായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഇല്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പലരും പറയുന്നത് കാണാം, പക്ഷെ അങ്ങനെ അല്ല. ഈ പരിപാടികളൊക്കെ ഇതേപോലത്തെ ഗെയിമുകളൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെയൊക്കെ ബിസിനസ് സ്ട്രക്ചർ തന്നെ ആൾക്കാരെ അഡിക്റ്റ് ആക്കിയിട്ട് അവരുടെ നിന്നുള്ള മാക്സിമം പൈസ പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരുടെ കേസുകൾ എല്ലാ ആഴ്ചയും കാണുന്നത്. റമ്മി കളിച്ച് ജീവനും പോയി, റമ്മി കളിച്ച് 40 ലക്ഷം നഷ്ടമായി, അല്ലെങ്കിൽ ഗെയിം കളിച്ച് 50 ലക്ഷം പോയി. എൻ്റെ ചില കമൻറ്റുകളിൽ തന്നെ കാണാൻ പറ്റും 1.5 കോടി പോയ 1.5 കോടി പോയ ആൾക്കാരുടെ കാര്യം കാണാൻ പറ്റും. 40 ലക്ഷം പോയ ആൾക്കാർ, 50 ലക്ഷം പോയ ആൾക്കാർ. ഇതെല്ലാം പോകുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഇതിലൊക്കെ അഡിക്റ്റായി പോയി അങ്ങോട്ട് ഫുൾ ലൈഫ് സേവിങ്സ് തന്നെ കൊണ്ട് കളയുന്ന വഴിയാണ്. അല്ലാതെ ഇതൊന്നും ഒരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമൊന്നും അല്ലല്ലോ. ഈ ഗെയിം കളിക്കുക, പൈസ ഉണ്ടാക്കുക നടക്കുന്ന കാര്യമാണോ നമുക്ക് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ഇതിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചേക്കാം ഈ പറയുന്നത്. പക്ഷെ കുട്ടികളുണ്ടല്ലോ, ഈ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗെയിമിംഗ് ആപ്പുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പ്രചരിക്കുന്നത്. അപ്പം ഈ ഒരു ആപ്പുകളിലേക്ക് ഈ കുട്ടികൾ എത്തുന്നതാണ് ഏറ്റവും നമുക്ക് പ്രശ്നമായിട്ടുള്ളത്. അവരെങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ശരിക്കും പിന്തിരിപ്പിക്കാൻ പറ്റുന്നത്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഗെയിമിങ്. ഗെയിം ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നു എന്ന് ആളുകൾ പറയുന്നു. അതിൽ ഒന്നാമത്തെ നമുക്ക് പറയേണ്ടത് ഇത് ഗെയിം അല്ല. ഒന്നാമത്തെ കാര്യം, ഇതൊന്നും ഗെയിം അല്ല, ഇത് ഗാംബ്ലിംഗ് ആണ് ബേസിക്കലി. പലരും ഗെയിം എന്ന് പറയുന്നത് തന്നെ ഇതിനൊരു വൈറ്റ് വാഷ് ചെയ്യുക. കാരണം നമുക്ക് ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അത് ചൂതാട്ടമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പലരും ഇതിൽ നിന്ന് പിന്തിരിയാനുള്ളൊരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം ഗെയിം അല്ല, ഇത് കുട്ടികൾക്ക് അറിയണം എന്നില്ല. ഈ കുട്ടികളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്ന ഓരോരോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ പലതരം ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും കുട്ടികൾ ഫോളോ ചെയ്യുന്ന തൊപ്പി എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസർ, ആളും ഇതേപോലെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കുന്നു. ക്രിപ്റ്റോ ഉണ്ട്. അതിനു മുന്നേ ആള് ഇതേപോലെ ഞാൻ 2 ലക്ഷം ഉണ്ടാക്കി, 4 ലക്ഷം ഉണ്ടാക്കി, 10 ലക്ഷം ഉണ്ടാക്കി, കോടി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതും ലൈവ് സ്ട്രീമിലിരുന്ന് പറയുന്നത് ഈ കാണുന്ന മൊത്തം ചെറിയ ചെറിയ കുട്ടികളാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന മൈനർ ആയിട്ടുള്ള കുട്ടികളാണ്, 17 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതൊക്കെ കാണുന്നത്. അവരുടെ ഇത് കാണുമ്പോൾ തൊപ്പി എന്താണ്, ഒരു ലക്ഷറിയസ് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് അതെ അതെ, ബൈക്ക് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, പറയുന്ന ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുന്നു. പക്ഷെ
എന്നിട്ട് ഇവരൊക്കെ പറയുന്നത് ഞാൻ പൈസ ഉണ്ടാക്കുന്നതൊക്കെ ഇതേപോലെ ഗാംബിൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഈ ഗെയിം കളിച്ചിട്ടാണെന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ ആണെങ്കിലും ബാക്കിയുള്ള ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയും കാലം ഇഷ്ടംപോലെ ആൾക്കാരുടെ അക്കൗണ്ടുകൾ പോയിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേപോലെ ഒരാൾ ഫ്ലാറ്റ് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു ഗെയിം കളിച്ചിട്ട് ഫ്ലാറ്റ് അതെ അതെ, ഗെയിം കളിച്ച് ഫ്ലാറ്റ് വാങ്ങുക. കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിന് 30 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം 1 BHK വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തപ്പിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞാൻ ഈ ഫ്ലാറ്റ് എടുത്തത് ഗെയിം കളിച്ചിട്ടാണ്. അത് ലൈവ് ആയിട്ടാണ് നമ്മുടെ ATM അതെ അതെ, ATM പൈസ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. കാണുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നാം. പക്ഷെ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇപ്പം ഞാനും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ആ ആൾക്കാർ എത്ര ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ട്രസ്റ്റിനെയാണ് എല്ലാവരും മിസ്യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന ചെറിയ കുട്ടികൾക്ക് ഇതിൽ ശരിയാണോ തെറ്റാണോ, ഇവർ പറയുന്നത് കള്ളമാണോ നുണയാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള ഒരു ബോധം പോലും ഇല്ലാത്ത കുട്ടികളാണ് ഇതിലൊക്കെ പോയി പെടുന്നത്. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന കുറച്ച് വലിയ ആൾക്കാരും അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാർ വരെ ഇതിൽ പോയി പെടുന്നുണ്ട്. കാരണം എന്താ, ഇവരൊക്കെ കാണിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഫ്ലോണ്ട് ചെയ്യുന്നത് വലിയ ഈ കാർ എടുക്കുന്നു, ചിലർ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നു, ചിലർ ഫ്രഷ് കാർ എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, ഐഫോണൊക്കെ എടുത്ത് ആൾക്കാരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ മാല എടുത്ത ആൾക്കാർ എത്ര പേരെ മാല എടുത്തിരിക്കണത്, അമ്മയ്ക്ക് മാല, അച്ഛന് മാല, ഫ്രണ്ടിന് മാല. അതെ, ഒരാള് ഏതൊരു ഫ്രണ്ട് കല്യാണത്തിന് മാല കൊണ്ട് കൊടുത്തു, എന്നിട്ട് ആ മാല വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് അറിയോ, ഈ ഗെയിം കളിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരുവിധം ഒരു 10-80% ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും ഇത് വെറുതെ ഒരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ബാക്കിയുള്ള ഒരു 20% അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അവരിവരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇതിൽ കൊണ്ട് പൈസ ഇടുന്നു. ഇതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇവരെ പോലെ ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പോകുന്നത്. പക്ഷെ അവരുടെയൊക്കെ ജീവിതം ഇനി എന്താവും എന്നുള്ളത് നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ശരിക്കും ഇത് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു പരസ്യമാണ് അല്ലെങ്കിൽ ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ കാര്യമാക്കില്ല, അതിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഫോളോവർ ലിസ്റ്റ് ഉള്ള ആളുകൾ ഇങ്ങനെ ഇതേപോലെയുള്ള പലതരത്തിലുള്ള ആപ്പുകൾ, അതും ഭയങ്കര വെറൈറ്റി പേരുകളൊക്കെയാണ്, പലതൊന്നും ഓർമ്മയിൽ പോലും നിൽക്കില്ല. ചില ഗാംബ്ലിംഗ് ആയിരിക്കും, ഗെയിം കളിച്ചിട്ട് ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള ബെറ്റ് ചെയ്തിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. ഈ ആപ്പുകളെല്ലാം ഈ മൾട്ടിപ്പിൾ അക്കൗണ്ടുകളിൽ നിന്ന് ഒരു യൂസറിലേക്കാണ് ചെല്ലുന്നത്. ഇയാൾ കാണുന്ന സമയത്ത് ഇതെല്ലാം ഇവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഇത്രയും പേര് പറയാണ്, ഇപ്പൊ കുറച്ച് പേര് പറയുന്നു ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും പോയി പൈസ ഇടരുതെന്ന് പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിച്ചൊന്നും വരില്ല. കാരണം അവര് നോക്കുമ്പോൾ ഒരു 10-20 പേര് ഇരുന്ന് പറയും ഞങ്ങളൊക്കെ ഗെയിം കളിച്ചിട്ടാണ്. അവർ നോക്കുമ്പോൾ ഇതേപോലെ ഒരു കാർ എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, വലിയ ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഒരു പേര് തന്നെ നോക്കണം. എന്താണ് ഇൻഫ്ലുവൻസേഴ്സ്? അതായത് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരും ആ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ പരസ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിലെ മെയിൻ പരസ്യങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഈ ബെറ്റിങ്ങിൻ്റെ പരസ്യങ്ങൾ തന്നെയാണ്, ബെറ്റിങ്ങും ഗാംബ്ലിങ്ങിൻ്റെയും പരസ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വേറൊരാളുടെ ഒരു കണ്ടിട്ടുണ്ടാവും, ഒരു പോക്സോ കേസിൽ വന്നിട്ട് ജയിലിൽ പോയിട്ട് പുറത്തിറങ്ങിയ വിജയ് മച്ചാൻ. ആള് ജയിലിൽ നിന്ന് ഇറങ്ങി അടുത്ത ദിവസം വന്നിട്ട് പറയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി 2 ദിവസം ഗെയിം കളിച്ച് ഞാൻ ഐഫോൺ എടുത്തു. ഇത് കാണുന്ന കുട്ടികൾ എന്ത് വിചാരിക്കും? എന്തിനാ പണിക്ക് പോണത്, പിന്നെ എന്തിനാ നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെയല്ലേ വിചാരിക്കുള്ളൂ. ഇവന്, അതായത് ഈ പറയുന്ന ആൾക്ക് 2 ദിവസം കൊണ്ട് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഐഫോൺ വാങ്ങിക്കാമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്നല്ലേ വിചാരിക്കുള്ളൂ. അവർ കുറ്റം പറയാൻ പറ്റില്ല ഈ പറയുന്ന കാണുന്ന ആൾക്കാരെ. അഭിജിത്ത് തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്ന കുറച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അതായത് ഓരോരുത്തർ അവർക്ക് ഓഫർ ചെയ്തിട്ടുള്ള കമന്റ് സെക്ഷനിലൊക്കെ വന്നിട്ടുള്ളതൊക്കെ എടുത്തിട്ട് അവർക്ക് ഓഫർ ചെയ്തില്ല. വളരെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് പോലും ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പുകൾ കൊടുക്കുന്നൊരു ഓഫർ ചെയ്യുന്നൊരു മണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഇതാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ എനിക്കൊന്ന് ഈഗിൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ തോന്നുന്നു. എനിക്കത് ഷസാമും അങ്ങനെ ചെയ്തിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു വലിയ ഹ്യൂജ് പ്രോഫിറ്റ് ആണ്. ഒരുപക്ഷെ എത്ര നാള് വർക്ക് ചെയ്താലും കിട്ടാത്തൊരു ഇതാണ്. പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആയിരിക്കും ശരിക്കും ഈ ഇവരെ തേടി. ഇതിന് നമ്മൾ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിൽ 2 തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പ്രൊമോഷൻ മാത്രം, അതായത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 3-4 വീഡിയോ ചെയ്യുന്നു, അതിന് പെർ വീഡിയോ റേറ്റ്, പെർ വീഡിയോ ഒരു 1 ലക്ഷമോ
അല്ലെങ്കിൽ 1.5 ലക്ഷം എന്നുള്ള രീതിക്ക് പലരും വാങ്ങിക്കുന്നുണ്ട്. ഒരു 3 വീഡിയോ ഒക്കെ ചെയ്യുന്നു, അതോടെ അവർ നിർത്തി. പിന്നെ ആ ഒരു ഈ പറയുന്ന ഈ പലരും രാജ ഗെയിംസ് അങ്ങനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഈ പറയുന്ന രാജ ഗെയിംസ് എന്ന് പറഞ്ഞത് ഈ അൺബോക്സിൻ്റെ കൂടെ ഒക്കെ ഒരു 3 വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞു, ആൾ പിന്നെ അത് ചെയ്തിട്ടില്ല. പക്ഷെ ചിലരുണ്ട് ഈ 4 പേരുടെ അക്കൗണ്ട് പോയിട്ടുണ്ടല്ലോ. ഫസ്റ്റ് മിനിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് പോണതിന് മുന്നേ അവരുടെ എല്ലാ വീഡിയോയുടെ അവസാനം ഇതാ പറയുക. ഒരു വീഡിയോ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്, ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ കാണാൻ പോകുന്നതിൻ്റെ പൈസ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്? ഗെയിം കളിച്ചിട്ടാണ്. അടുത്ത വീഡിയോയിൽ പറയുന്നത്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാനുള്ള പൈസ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഗെയിം കളിച്ചിട്ടാണ്. പിന്നെ ഇതേപോലെ ഫ്ലാറ്റ് വാങ്ങിച്ചു, ഇതേപോലെ മാല വാങ്ങിച്ചു, ATM പോകുന്നു. ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഈ ഒരു ഗെയിമിംഗ് ആപ്പുകളുടെ ഏജൻസാണ്. ഏജന്റ് എന്നുള്ള ഒരു പരിപാടി ഈ ഒരു ഗെയിമിംഗ് ആപ്പുകൾ ഈ ആൾക്കാരെ ചേർക്കാൻ വേണ്ടിയുള്ള നമുക്കൊരു MLM സ്കീമുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ കറക്റ്റിംഗ് ലിങ്ക് അല്ലെങ്കിൽ അതായത് ആൾക്കാരെ ചേർക്കുന്ന അല്ലെങ്കിൽ മെയിൻ ഒരു പ്രൊമോട്ടറായിട്ട് നിൽക്കുന്ന ഒരാൾക്കാർ. അതുപോലെ തന്നെയാണ് ഈ ഗെയിമിംഗ് ആപ്പുകളുടെ അല്ലെങ്കിൽ ഈ ഗാംബ്ലിംഗ് ആപ്പുകളുടെ കാര്യത്തിൽ പറയാം. ഈ ഏജൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പല ഇൻഫ്ലുവൻസേഴ്സും ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി സാലറി ഉണ്ട്, പിന്നെ കമ്മീഷൻ സ്ട്രക്ചർ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ ദിവസം ഇതേപോലെ എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ ഞങ്ങളുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അത് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ, ഇവരിതൊന്നും നോക്കുന്നില്ല. ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് നമ്മളെന്താ പറയുന്നത് പോലും മനസ്സിലാക്കാൻ, അതായത് ഹിന്ദിക്കാരും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പറയുന്ന രാജ ഗെയിംസ് എന്ന് പറഞ്ഞതിൻ്റെ ലെവൽ 1ന് 3 പേരെ കയറ്റിയാൽ ഡെയിലി സാലറി 300 രൂപ. ലെവൽ 2 5 പേരെ കയറ്റിയാൽ 600 രൂപ. അതായത് എന്നിട്ട് ഇതേപോലെ 1000 പേരെ കയറ്റിയാൽ ഡെയിലി സാലറി 1 ലക്ഷം രൂപ. പിന്നെ ഇതേപോലെ ഇൻവൈറ്റ് ബോണസ്, ഏജന്റ് ബോണസ്, അതായത് 3 പേരെ കയറ്റി ടോട്ടൽ ഡെപ്പോസിറ്റ് 300 രൂപ ഇട്ടാൽ അതിൽ നിന്ന് 200 രൂപ ഒരാൾക്ക് ഏജൻസിന് ബോണസ് കിട്ടും. അതായത് ആരെങ്കിലും ഇപ്പോൾ ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് കയറിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇവർക്ക് പോകുന്നത്. ഇതിന്റെ മുകളിൽ ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന മനുഷ്യരുടെ പൈസയുടെ ഒരു ഭാഗമാണ് അത് തന്നെയാണ് പോകുന്നത്. അതെ. പിന്നെന്താന്ന് വെച്ചാൽ ഇതേപോലെ ഫസ്റ്റ് റീചാർജിൽ ഇതേപോലെ ആദ്യം ഒരു ചെറിയ തുക മുടക്കിയിട്ട് ആരെങ്കിലും റീചാർജ് ചെയ്യിക്കണം ഈ പറയുന്ന ഏജന്റുമാർക്ക്. കാരണം ഈ ഏജന്റുമാർക്ക് എല്ലാവർക്കും ഓരോരോ ടെലിഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ പറയുന്ന മല്ലു ഫാമിലിയുടെ സുജിൻ, ആൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പും ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. ആള് ഇപ്പോഴും അതിനകത്ത് ഇരുന്നിട്ട് ഇതേപോലെ ആൾക്കാരെ ചേർത്തുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പൈസ ഇടുമ്പോൾ ആദ്യത്തെ ഒരു റീചാർജിന് 300 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയും അടുത്ത റീചാർജിൽ കൂടുതൽ പൈസ ഇടണം, എന്നാലേ ഇവർക്ക് പിന്നെയും കമ്മീഷൻ കിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് റീചാർജിൽ 300 ഇടണം, സെക്കൻഡ് റീചാർജിൽ 300 ഇട്ടാൽ പോരാ, 500 ഇടണം, തേർഡ് റീചാർജ് ആകുമ്പോൾ അത് 1000 ഇടണം. കാരണം ഇതേപോലെ ആൾക്കാരെ ഈ റീചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഈ പറയുന്ന ആപ്പുകളിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ പൈസ വെച്ചിട്ട് കളിയാ. ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് തന്നെ പൈസ വെച്ചിട്ടുള്ള കളിയാ. ഇതിൽ പറയുന്ന ഈ രാജ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പ്രൊഡിക്ഷൻ എന്നാണ് പറയുക. ഈ പറയുന്ന കളർ നമ്മളിപ്പോൾ ഒരു നിശ്ചിത ടൈം ഒരു 30 സെക്കൻഡിൽ ഓരോരോ കളർ ഇങ്ങനെ അടുത്തിങ്ങനെ ഒരു സൈക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് കളർ ഏതാണ് വരുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം. നമ്മൾ 100 രൂപ വെച്ചിട്ട് × 20 വേണമെങ്കിൽ ബെറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് × 20 വരും എന്നുള്ളതാണ് പറയുക. പക്ഷെ അങ്ങനെ വരില്ല. കാരണം അതിൻ്റെ ബാക്ക് എൻഡ് ഞാൻ കണ്ടതാണ്. ഞാൻ അതിൻ്റെ ബാക്ക് എൻഡും ഇതേപോലെ ഫുള്ളായിട്ട് എന്താ പറയുക ഫുള്ളി മാനിപ്പുലേറ്റഡാണ്. അതൊന്നും നമുക്ക് എന്താ പറയുക ഒരു തരത്തിലും ഇതേപോലെ റാൻഡം ചാൻസസ് അല്ല. ആരെങ്കിലും നമ്മൾ ജയിക്കുകയാണ് അല്ലെങ്കിൽ എത്ര പേര് ബെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബെറ്റ് ഏത് കളറിലേക്കാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരവിടെ ഇരുന്ന് ലൈവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഒരു പെട്ടെന്ന് ചെയ്യുന്നില്ല, ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് അതിൽ നമുക്ക് ചിലപ്പോൾ ഈ സ്പിന്നൊക്കെ ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇതിപ്പം
നോർമലി വരുന്ന ഒരു സാധനമാണ്, ലക്കാണെന്ന് അതെ. ഇപ്പോഴും റമ്മിയുടെ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുടെ പൈസ പോകുന്നുണ്ട്. ലീഗലാണ് എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പക്ഷെ അത് സ്റ്റേറ്റിന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്ന തന്നെയാണ്. ഇപ്പോൾ റമ്മിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് തന്നെ റമ്മിയുടെ ഒരു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് മലയാളത്തിലെ ലാലായിരുന്നു. അതുപോലെ തന്നെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് സ്റ്റാർസ് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇനി സൂപ്പി നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. കേരളത്തിലെ ധ്യാൻ ശ്രീനിവാസൻ വരെ സൂപ്പി എന്ന് പറയുന്ന ആ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ലീഗൽ അല്ല ഇവിടെ, ബട്ട് സ്റ്റിൽ അത് മണി ലോസിങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസിന് കാരണമാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്റ്റാർസിനൊക്കെ ഈ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു? സിമ്പിൾ ആണ്, പൈസയുടെ കാര്യം തന്നെ. അതായത് ഇതേപോലത്തെ അതിന്റെ ആ ഒരു ഹാംഫുൾനെസ് ഉണ്ടല്ലോ. എനിക്കൊന്ന് ധ്യാനൊക്കെ ഒരുപാട് എന്താണ് ആളുകള് ഫോളോ ചെയ്യുന്ന ആളുകൂടിയാണ്. അതെ, ധ്യാനൊന്നും ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. എത്ര പടം ചെയ്തിട്ടുണ്ട് മൂപ്പർക്ക് എന്തിനാണ് ഇതേപോലെ ഒരു സൊസൈറ്റിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു മെനസായിട്ടുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം, അതിനെ ഇതേപോലെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം ധ്യാനുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ധ്യാന് പറയുന്നത്, ധ്യാന് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവോ? അതായത് ധ്യാന് പറഞ്ഞത്, എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒട്ടുമില്ല, പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്നാണ് ധ്യാന് പറയുന്നത്. ധ്യാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ സുപ്പിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതിൽ ധ്യാന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ധ്യാന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് 70,000 രൂപ ഉണ്ടാക്കുന്നതാണ്. ഒരിക്കലും അത് ഉണ്ടാക്കാൻ പറ്റില്ല ആദ്യത്തെ സാധനത്തിൽ. എങ്ങനെ പറയുന്നത് കേട്ടാത്തൊന്നും എന്താ അവിടെ 5 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും 70,000 രൂപ. അങ്ങനെയല്ല. ഇതിൽ മാക്സിമം ഈ പറയുന്ന സുപ്പി എന്ന് പറഞ്ഞ ആപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവാർഡായിട്ട് വരുന്നത് 55,000 രൂപ മാത്രമാണ്. അതും 10 മിനിറ്റ് ലൂഡോ കളിക്കണം, ലൂഡോ കളിച്ച് ജയിക്കണം. അതൊരിക്കലും നമുക്ക് ചിലപ്പോൾ പറ്റില്ല. കാരണം ഇതേപോലത്തെ ആപ്പ് അതെ ഈ പറയുന്ന ആപ്പുകളൊക്കെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഗലായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഗെയിം ഓഫ് സ്കിൽ എന്നുള്ള രീതിക്കാണ്. അതായത് 4 ആൾക്കാർ ഓപ്പോസിറ്റ് ഇരുന്ന് ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ലൂഡോ കളിക്കുന്നു എന്നുള്ള ബേസിലാണ്. അപ്പോഴും ഇതിൽ ഈ പറയുന്ന ആപ്പുകൾക്ക് ഇഷ്ടംപോലെ അലിഗേഷൻസ് ഉണ്ട്. ഇതിൽ മൊത്തം ബോട്ട്സ് ആണ്, ഇതിൽ മൊത്തം നമുക്ക് കറക്റ്റായിട്ട് ആൾക്കാരൊന്നും കളിക്കുന്നില്ല എന്നത്. അപ്പോൾ ഈ പറയുന്ന അതൊരു സൈഡിൽ ധ്യാന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് 70,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്നു. അത് ഒരിക്കലും പറ്റില്ല. കാരണം ആ ഒരു ആപ്പിൽ മാക്സിമം റിവാർഡ് തന്നെ വരുന്നത് 55,000 രൂപയാണ്. അപ്പോൾ അതൊരു ബേസിക് ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. അതിനെതിരെ ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം, ആർക്ക് എങ്ങനെയാണെങ്കിലും ധ്യാനെതിരെ കേസ് കൊടുക്കാം. ധ്യാനിന് അതിന് റെസ്പോൺസിബിൾ തന്നെയാണ്. കേസ് കൊടുക്കാൻ പറ്റും. പണ്ട് മമ്മൂക്ക ഒരു സോപ്പിന്റെ പരസ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? ഇന്ദുലേഖ സോപ്പ്. സൗന്ദര്യം നിങ്ങളെ തേടി വരും. ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്, സൗന്ദര്യം എന്നെ തേടി വന്നില്ല, ഞാൻ 3 മാസം ഉപയോഗിച്ചു, അവസാനം അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ചെയ്യേണ്ടി വന്നു. മമ്മൂക്കയ്ക്ക് 50,000 രൂപ വെച്ച് സെറ്റിൽമെന്റ് ചെയ്യേണ്ടി വന്നു. അന്ന് വലിയ ന്യൂസ് ആയതായിരുന്നു. അതേപോലത്തെ അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള സാധനമാണ് ഇപ്പൊ ധ്യാൻ ചെയ്യുന്നത്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ എന്താ പറയാ, സൂപ്പി പോലെയുള്ള ഈ സൂപ്പി രാജ ഗെയിംസ് എന്താണ് ശരിക്കും ഈ കുറെ ഗെയിംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ബെറ്റിംഗ് ആപ്പ്, അതേപോലെ തന്നെ പല ഇതുണ്ടല്ലോ, പല കൈൻഡ് ഓഫ് ആപ്പുകൾ. അതെ, ഇഷ്ടം പോലെ ആപ്പുകൾ ഉള്ളതുകൊണ്ട് പലർക്കും ഇപ്പൊ പറയുന്ന കാണുന്ന വ്യൂവേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവും. അതെ. ഈ നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് കുറച്ച് ഗെയിമുകൾ നടക്കുന്നുണ്ട്, ഇല്ലീഗലായിട്ട് നടക്കുന്നുണ്ട്. ലീഗലായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം, ഗെയിം ഓഫ് സ്കിൽ എന്നുള്ള ബേസിലാണ്. ആ ഗണത്തിൽപ്പെടുന്ന ആപ്പുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ലീഗലായിട്ട് നടക്കാൻ പറ്റുള്ളൂ. പോരാത്തതിന് ഇന്ത്യയിൽ ഓഫീസ് വേണം, പിന്നെ GST കൊടുക്കണം. അതായത് ഈ പറയുന്ന അതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ MPL, Dream11, ഈ പറയുന്ന സുപ്പി, പിന്നെ റഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിൽ ബേസ്ഡ് ഗെയിംസ് എന്ന് പറഞ്ഞ് വരുന്ന ആപ്പുകൾ, അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ GST നമ്മൾ ഇപ്പോൾ ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 28 രൂപ GST കൊടുത്തിട്ടാണ് പൈസ പോകുന്നത്. അങ്ങനത്തെ ആപ്പുകൾ, അതായത് ഇന്ത്യയിൽ ഓഫീസൊക്കെ ഉള്ള ആപ്പുകൾ, അതൊക്കെയാണ് ലീഗലായിട്ട് നടക്കുന്ന ആപ്പുകൾ. എങ്ങനെയാണ് ഇപ്പോൾ ലീഗലായിട്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ധ്യാനിനൊന്നും ഇതേപോലത്തെ ഇല്ലീഗലായിട്ടുള്ള സാധനത്തിൽ പോയി അഭിനയിക്കാൻ പറ്റില്ല. അവർക്കും അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ യൂട്യൂബ് തുറന്നാൽ ഇപ്പോൾ ഇതേപോലത്തെ ആപ്പുകളുടെ ആഡുകളായിരിക്കും കാണാൻ പറ്റുക. യൂട്യൂബിൻ്റെ ആഡുകൾ, അതായത് യൂട്യൂബിൽ ഒരു എന്താ പറയുക, ഒരു വീഡിയോയ്ക്ക് മുന്നേ വരുന്ന സ്കിപ്പ് ആഡ് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ തൊട്ട് മുൻപ് അഭിജിത്തിന്റെ തന്നെയാണെന്ന് തോന്നുന്നു, ഇതിന്റെ മുൻപ് സൂപ്പിയുടെ അങ്ങനെ പറയുകയുണ്ടായി. അതെ, അതിപ്പോ നമ്മള് ഈ
ഇത്രയും പൈസ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതേപോലത്തെ ആപ്പുകൾക്കാണ് ഇഷ്ടംപോലെ പൈസ സ്പെൻഡ് ചെയ്യാൻ കയ്യിലുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ലീഗലായിട്ട് നടക്കുന്ന ആപ്പുകൾക്ക് മാത്രമേ യൂട്യൂബിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം പിടിച്ചോണ്ട് വരുന്ന ആപ്പുകളുണ്ടല്ലോ, ആപ്പുകളൊന്നും പറയാനൊന്നും പറ്റില്ല, വെറും വെബ്സൈറ്റുകളാണ്. ഈ രാജ ഗെയിംസ്, ഈ കളർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന അതൊക്കെ പക്ക ഗാംബ്ലിങ്. ഈ ഒരിക്കലും പക്ക ഗാംബ്ലിങ് ആയിട്ട് വരുന്ന ഐറ്റംസ്, അതിൽ ഗെയിം ഓഫ് സ്കില്ല് എന്നുള്ള ഒരു സാധനം വരുന്നതേ ഇല്ല. പക്ക ഗാംബ്ലിങ് ആയിട്ട്, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്കം നമ്മുടെ കയ്യിലല്ലാതെ നിൽക്കുമ്പോഴാണ് അത് ഗെയിം ഓഫ് ലക്കായിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഗെയിം ഓഫ് സ്കില്ലുണ്ട്, ഗെയിം ഓഫ് ലക്കും ഉണ്ട്. ഗെയിം ഓഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ അതർ പ്ലേയേഴ്സുമായിട്ട് കളിക്കുമ്പോൾ മാത്രമാണ് അത് വരുന്നത്. പിന്നെ ഈ പറയുന്ന ഗെയിം ഓഫ് ലക്ക് എന്ന് പറയുന്നതിലാണ് ഈ ഇല്ലീഗലായിട്ട് വരും. അതെ. ഈ രാജ ഗെയിംസ്, തിരങ്ക, DU വിൻ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നടത്തുന്ന ഒരേ ടീംസ് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം എല്ലാ സൈറ്റുകളും ഒരേപോലെ ഇരിക്കും, ജസ്റ്റ് ലോഗോയും കളറും മാത്രമേ വ്യത്യാസമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാം സെയിം സാധനങ്ങൾ തന്നെ. അപ്പോൾ ഇത് പിന്നെ ഈ പറയുന്ന എല്ലാം ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, പലരും പുറത്തുനിന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറ്റിംഗ് എന്ന് പറയുന്നത്, സ്പോർട്സ് ബെറ്റിംഗ്, അതും പക്ക ഇല്ലീഗലായിട്ട് നടക്കുന്നതാണ്. ഓഫ് ഷോർ ബെറ്റിംഗ് ആപ്പുകൾ എന്നാണ് അതിന് ഒഫീഷ്യലി ടൈം ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് തന്നെ. ഈ ഓഫ് ഷോർ ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ IPL വരുന്നുണ്ട്, ഇനിയിപ്പോൾ IPL തുടങ്ങുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ഇനി ഇപ്പോൾ പരസ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ ഈ IPL പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതേപോലെ നമ്മളിപ്പോൾ ഏത് ടീം ജയിക്കും, നമ്മൾ ചെന്നൈ ജയിക്കുമോ ബാംഗ്ലൂർ ജയിക്കുമോ, അപ്പോൾ അതിൽ ആ ഒരു സാധനം പറ്റില്ല. ഇപ്പോൾ ഏത് ടീം ജയിക്കും, അത് പക്ക ഇല്ലീഗലായിട്ട് നടക്കുന്നതാണ്. അതും ഇതേപോലെ പല കമ്പനികളും ഇന്ത്യയിൽ തന്നെ നിന്ന് നടക്കുന്ന ഒരു ഇല്ലീഗലായിട്ട് നടക്കുന്ന കമ്പനികളുണ്ട്. ഓഫ് ഷോറായിട്ട് പുറത്തുനിന്നുള്ള കുറേ കമ്പനികളുണ്ട്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിലൊരു battery.ai എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ടിട്ടില്ലേ, അതുവരെ ഇല്ലീഗലായിട്ടാണ്. അവരുടെ ഇതിന് മുന്നത്തെ ഒരു എന്താ പറയാ, അതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതെ അത് ബെറ്റിംഗ് ആപ്പാണ്. battery.ai എന്ന് പറഞ്ഞാൽ അത് ബാറ്ററി ബെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബെറ്റിംഗ് ആപ്പിന്റെ ഒരു മറയായിട്ട് നടക്കുന്ന. അപ്പൊ അതെങ്ങനെയാണ് ഇത്രയും എന്താണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അവര് സ്പോൺസർ ചെയ്യുന്ന രീതിയിലേക്ക്? അതെ, അത് എന്താന്ന് വെച്ചാൽ ശ്രദ്ധയില്ലായ്മയൊന്നുമല്ല, അതൊരു വളരെ ക്ലവർ മാർക്കറ്റിംഗ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. സർഗേറ്റ് അഡ്വർടൈസിംഗ് ആണ് അവർ ചെയ്യുന്നത്. സർഗേറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ബാറ്ററി ബെറ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് സൈറ്റിന്റെ പേര് വെക്കാൻ പറ്റില്ല. പകരം അവർക്ക് battery.ai എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ബിനാമി സൈറ്റ് മാത്രമേ, ആ ബിനാമി സൈറ്റ് ആണ് അതിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ബിനാമി സൈറ്റിൽ കയറിയാൽ ആ മറ്റേ ബാക്കിയുള്ള സൈറ്റിലോട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമുക്ക് ആൽക്കഹോളിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ, ഇപ്പൊ ഈ സോഡയ്ക്കും വെള്ളത്തിനും ഒക്കെ എന്തിനാ പരസ്യം നമ്മൾ ചിന്തിക്കാറില്ല. അത് ജസ്റ്റ് ഈ പറയുന്ന ഈ ആൽക്കഹോളിന്റെ പരസ്യം ലീഗലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതേ സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ഈ 1x ബെറ്റും 1x ബാറ്റും അങ്ങനെ തന്നെയാണ്. മുന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസേഴ്സ് ആയിരുന്നു 1x ബാറ്റ്. ജേഴ്സിയിൽ 1x ബാറ്റ് എന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ അതല്ലാതെ പെറിമാച്ച് സ്പോർട്സ്, പെറിമാച്ച് എന്ന് പറയുന്ന ഒരു ബെറ്റിംഗ് ആപ്പിന്റെ ഒരു ബിനാമി സൈറ്റാണ് ഈ പറയുന്ന പെറിമാച്ച് സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും എല്ലാം സർഗേറ്റ് ആയിട്ട് നടക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും റൂട്ടിലേക്ക് പോവാം. അതായത് നമ്മൾ കാണുന്ന ഈ ആപ്പുകൾ എന്ന് പറയുന്നത് വളരെ എന്താണ് നമുക്ക് മുന്നിലെത്തുന്ന ഈ ഫോണിന്റെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ആപ്പുകളാണ്. ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദർ ഇസ് എ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. ഇത് ശരിക്കും ഇതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോ ഒരു ലോൺ ആപ്പുകൾ ഭയങ്കര ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ള സമയത്ത്, ആ സമയത്ത് സൈബർ വിങ്ങിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ ഉൾഗ്രാമങ്ങളിൽ നോർത്തേൺ ഇന്ത്യയുടെയൊക്കെ വളരെ ഉൾഗ്രാമങ്ങളിൽ എത്തിപ്പെടാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഇതിന്റെ പല ഇത് വരുന്നത്, അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണേ, ഫ്രോഡ് പരിപാടികളൊക്കെ. പക്ഷെ ആ സമയത്ത് ഇതേപോലെയുള്ള ആപ്പുകൾ ഇതിന്റെയൊക്കെ ഉറവിടം എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടില് പലതരം ഓരോരോ മാഫിയ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ ഗെയിംസ്, തിരങ്ക, DU വിൻ, അങ്ങനത്തെ ആപ്പുകളുടെ എല്ലാം ഫോർമാറ്റ് സെയിമാണ്. അതായത് ജസ്റ്റ് ഈ പറയുന്ന ആപ്പുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വർഷം ഓടുള്ളൂ. ഈ പറയുന്ന രാജ ഗെയിംസ് എന്ന് പറയുന്ന സാധനം അടുത്ത വർഷം നോക്കിയാൽ ഉണ്ടാവില്ല. ഇത് ഈ ഒരു കഴിഞ്ഞ വർഷം വന്ന, ഇതിന് മുന്നേ വേറെ സാധനം ഉണ്ടായിരുന്നു, 81 ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ഇതേ സെയിം ഫോർമാറ്റിലുള്ള ഒരു ഐറ്റം ആയിരുന്നു. അത് ഒരു വർഷം കഴിഞ്ഞു, അത് പോയി.
കാരണം ഞാൻ ഇതേപോലെ ഒരുപാട് ഇതിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതേപോലെ 1 വർഷം വാലിഡിറ്റി അല്ലെങ്കിൽ 1.5 വർഷം വാലിഡിറ്റി ഈ പറയുന്ന സൈറ്റുകൾക്കുണ്ട്. ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് അവരുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഈ നടക്കുന്ന ഈ രാജ ഗെയിംസ്, തിരങ്ക, DUവിൻ അങ്ങനത്തെ കുറേ സൈറ്റുകളെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹാൻഡിൽ ചെയ്യുന്ന. ഇതല്ലാതെ വേറെ ഇതിന് മുന്നേ കുറച്ച് ഒരു 2 കൊല്ലം മുന്നേ ഒരു വലിയൊരു സ്കാം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പുറകെയാണ് ED ഒക്കെ. മഹാദേവ് ബെറ്റിംഗ് ആപ്പ് സ്കാം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻഡിവിജ്വൽസാണ്. അവർ ദുബായിൽ ഇരുന്നിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ, അവരുടെ അതിലൊരാളുടെ സുകേഷ് അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്. അപ്പോൾ അയാളുടെ കല്യാണം നടത്തി തന്നെ ഈ വലിയ ബോളിവുഡ് സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചിട്ടാണ് ദുബായിൽ വെച്ചിട്ട്. അവരുടെ ആ ഒരു കേസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നല്ല രസം എന്ന് പറഞ്ഞാൽ അവർ ഡെയിലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എമൗണ്ട് ഒരു 200 CR ആണ് ഡെയിലി അവരുടെ പ്രോഫിറ്റ്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇതേപോലെ ഗ്രൂപ്പ് ഓഫ് ബെറ്റിംഗ് സൈറ്റുകൾ അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരെന്നിട്ട് ഫ്രാഞ്ചൈസ് മോഡൽ ചെയ്യുന്നു. അവർക്ക് 30-70 സ്പ്ലിറ്റിൽ, അതായത് 30% അവരുടെ പ്രോഫിറ്റ്, 70% ഈ പറയുന്ന ഓരോരോ സൈറ്റുകൾ നടത്തുന്ന ആൾക്കാരുടെ പ്രോഫിറ്റും. അതുപോലെ ഇഷ്ടംപോലെ സൈറ്റുകൾ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്ക് തന്നെയെന്ന് പറയേണ്ടി വരും. ഈ പറയുന്ന ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ലോൺ ആപ്പിൻ്റെ കാര്യം പോലെ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെയാണെന്ന് ഈ പറയുന്ന തിരങ്ക അങ്ങനത്തെ സാധനങ്ങൾക്ക് അതും ഇവിടെ ഇന്ത്യയിൽ നിന്ന് നടക്കുന്നതാണെന്നുള്ള ഇൻഫർമേഷൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതും ഇതേപോലെ ഉൾഗ്രാമങ്ങളിൽ തന്നെ ആയിരിക്കും മിക്കവാറും. എനിക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പറയുന്ന നമുക്ക് തടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈറ്റ് ഒരാളെ സൈഡിലിരുന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഈ നാട്ടുകാർ മൊത്തം അറിയുന്നില്ലല്ലോ. ഈ മെയിനായിട്ട് ഞാൻ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ ഈ ഒരു 4 പേരുടെ അക്കൗണ്ട് പോയല്ലോ. ഈ അക്കൗണ്ട് പോയി 2 ആഴ്ചയായി. ഈ 2 ആഴ്ചയിൽ ഇൻസ്റ്റാഗ്രാം വളരെ ശാന്തമായ പ്രദേശം. കാരണം ഈ പറയുന്ന ആഡുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്തു. ഇപ്പൊ ആർക്കും അതിനെ ഭയം ഉണ്ടായി. കാരണം അവരുടെയൊക്കെ ഒരു ജീവിതമാർഗമാണെന്ന് തോന്നുന്നു, അതായിരിക്കുമല്ലോ അവർ നിർത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതമാർഗം ഇല്ലാണ്ടാവും എന്ന് പറയുമ്പോൾ അത് അവരെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ അതായത് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയ ഒരു മാർഗമായിട്ട് മാറിയത് ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ലാത്ത രീതിയിലുള്ള കുറെ ആളുകളുണ്ട്. ഇപ്പം അമലാഷാജി ഇങ്ങനെയൊക്കെയുള്ള കുറേയൊക്കെ ന്യൂസുകൾ എനിക്ക് തോന്നുന്നു ഭയങ്കര സ്പ്രെഡ് ആയിരുന്നു. അത് നമ്മുടെ നാട്ടിലിനേക്കാളും എനിക്കൊന്ന് തമിഴ് ചാനലുകളിലൊക്കെ ആയിരുന്നു ആ ന്യൂസുകൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിരുന്നത്. അത്രയും ഫോളോവേഴ്സ് ഉള്ള. പക്ഷെ എനിക്കൊന്ന് ഇത് വന്നതിന് ശേഷവും ഈ വ്യക്തികളെല്ലാം തുടരുന്നു എന്നുള്ളത്. എനിക്കൊന്ന് സഞ്ജു ടെക്കി, പിന്നെ തൊപ്പിക്ക് ക്രിപ്റ്റോയാണ് ഇത് ചെയ്തിരുന്നത്. പിന്നെ നിക് വ്ളോഗ്സ്. ഇവരൊക്കെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതോ ഇവർ ഈ പറയുന്നത് പോലെ ഇവരുടെ ഒരു സ്കാം ഈവൻ പിടിച്ചിട്ട് പോലും കണ്ടിന്യൂ ചെയ്യുന്നതിനെ പറ്റി എന്താണ്? അവർക്കൊരു വിഷയം വരുന്നില്ലല്ലോ. അവർക്ക് ഇപ്പോൾ കൂടിപ്പോയൊരു അക്കൗണ്ട് പോകും, അവർ അടുത്ത അക്കൗണ്ടുമായിട്ട് വരും, അത്രേ ഉള്ളൂ. അവർക്ക് അതൊന്നൊരു വിഷയമൊന്നുമില്ല. അവർ ഇതിനെയൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് കാണുന്നുള്ളൂ. അല്ലാതെ ഇത് ആരെയും നന്നാക്കാനോ ആരെയോ പറഞ്ഞ് നന്നാക്കാനോ ഒന്നും നടത്തുന്നതല്ലല്ലോ. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആർക്കും ഇല്ല. ഈ ധ്യാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഇല്ല. ധ്യാൻ ഇല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ചെറിയ ഇൻഫ്ലുവൻസേഴ്സിന് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്. അമലാഷാജിയുടെ കാര്യത്തിൽ ഒരു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ന്യൂസ് വന്നായിരുന്നു പോളിമർ ന്യൂസിൽ അമലാഷാജി ഫ്രോഡാണ് എന്ന് തമിഴിലെ ന്യൂസ് വന്നതാണ്. എന്നിട്ട് വരെ അവർക്കൊരു മാറ്റവും വരുന്നില്ല. അത് ഇതേപോലെ ബെറ്റിംഗ് ആപ്പിൻ്റെ ആണെന്ന് തോന്നുന്നില്ല, അതൊരു ട്രേഡിംഗ് സ്കാം ആയിരുന്നു. അതായത് 1000 ഇട്ട് കഴിഞ്ഞാൽ 20,000 കിട്ടും എന്നുള്ള രീതിക്കുള്ള കുറച്ച് സ്റ്റോറികളും. എൻ്റെ ഫ്രണ്ട് ഇതേപോലെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയി പൈസ ഇടുന്ന പറഞ്ഞിട്ട് അമലാഷാജിയുടെ ഒരു ഫോളോവർ പോയി പൈസ ഇട്ടിട്ട് അവർ കേസ് കൊടുത്തു. അതാണ് അത്രയും വലിയ പ്രശ്നമായത് അവിടെ. അത് ഇതേപോലെ ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമലാഷാജി എന്നിട്ട് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന കേസ് കൊടുത്ത അഡ്വക്കേറ്റിന്. എൻ്റെ വരുമാന മാർഗം നിങ്ങൾ ഇല്ലാണ്ടാക്കി, അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും അവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ സഞ്ജു ടെക്കിയുടെ അകത്തായാലും ഞാൻ കണ്ടിരുന്നു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ചേട്ടൻ, അശ്വിനേട്ടൻ
മഹേഷ് മനീഷ് അണ്ണൻ. മനീഷ് അണ്ണൻ പറയുന്ന ഇതില് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും. എനിക്ക് ഇതാ കണ്ടോന്നുമ്പോ എന്തോ ഒരു ഗ്രാഫ് പോകുന്നൊരു ഇതാണ്. അതെന്താ അത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതിന് അങ്ങനെ ഏതൊക്കെയോ റാൻഡം ടെലഗ്രാം ബോട്ടുകളിൽ ഗ്രൂപ്പുകളിൽ ചേർന്നിട്ട് അതെ അങ്ങനെ എന്തോ ഒരു ഗാംബ്ലിംഗ് ബേസ് തന്നെയാണ്. അതായത് ഗാംബ്ലിംഗ്. പക്ഷെ അതിന്റെ അകത്ത് എനിക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ എന്തോ പറയുന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ കയറി നോക്കിയപ്പോൾ അതിൽ നല്ലോണം ഇൻവെസ്റ്റ് ചെയ്യണം. 1000 രൂപ 2000 രൂപ ഇടാൻ മനീഷ് അണ്ണൻ തന്നെ പറയുന്നുണ്ട്. ആരെങ്കിലും രക്ഷപ്പെട്ടതായിട്ട് വല്ല അറിവുണ്ടോ? ഇതുവരെ ആരെയും അറിഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ സംസാരിച്ചു. പൈസ കിട്ടിയിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു 800 രൂപ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു 2000 അപ്പുറത്ത് കിട്ടിയതിന്റെ കണക്കേ പറയുള്ളൂ. പക്ഷെ അപ്പുറത്തുള്ളത് മറ്റേ 40 ലക്ഷം 50 ലക്ഷം പോയ ആൾക്കാർ 1.2 CR പോയ ആൾക്കാർ ഒക്കെയാണ് ഈ പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ അതിന്റെ ബേസിക് സൈക്കോളജി ഇങ്ങനെയാണ്. ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളും ഗാംബ്ലിംഗ് ആപ്പുകളും ഒക്കെ തുടക്കത്തിൽ കുറച്ച് പൈസ കൊടുക്കും. കാരണം ആൾക്കാരെ ഹുക്ക് ചെയ്യണം. ഹുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇതിലോട്ട് ഡ്രോ ചെയ്തിട്ട് അഡിക്റ്റ് ആക്കി കളയണം. അഡിക്റ്റ് ആക്കി കളഞ്ഞാലേ അവരുടെ ആ ഒരു ബിസിനസ് മോഡൽ നടക്കുള്ളൂ. എന്നാലേ ആൾക്കാർ ഇതേപോലെ കടം വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ വീട് വിറ്റിട്ടും മാല പണയം വെച്ചിട്ടും എന്നൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും പൈസ കൊണ്ടുവന്ന് ഇതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുള്ളൂ. അതാണ് ആ ഒരു ഈ ഒരു ബേസിക് ഗാംബ്ലിങ്ങിന്റെ ആ ഒരു ബിസിനസ് മോഡൽ തന്നെ ഇങ്ങനെ തന്നെ. ഇപ്പൊ കാസിനോസിന്റെ ആണെങ്കിലും ആൾക്കാരെ അഡിക്റ്റ് ആക്കിയിട്ട് മാക്സിമം അങ്ങോട്ട് ഊറ്റിയെടുക്കുക. അതാണ് കാസിനോസിന്റെ ഹൗസ് ഓൾവേസ് വിൻസ്. എനിക്ക് ഈ ഗെയിമിങ്ങിന്റെ കാര്യം പറയുന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ ഇതല്ലെങ്കിൽ പോലും ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. പണ്ട് ബ്ലൂ വീൽ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഈസിയസ്റ്റ് ആയിട്ടുള്ള ടാസ്ക്, അതിന് പല കോൺസ്പിറസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ അതിന്റെ ഒരു ഇത് കൊടുക്കുന്നത് വെച്ചാൽ ഈസി ടാസ്കുകൾ കൊടുത്ത് അതിൽ നിന്നൊരു അതിന് കിട്ടുന്ന ഒരു ഇമോഷണൽ ബെനിഫിറ്റോ എന്തോന്നാണ് അതിൽ നിന്നൊരു ഇത് കിട്ടും. അതേപോലെ തന്നെയാണ് എന്താണ് കൊല്ലാൻ ഡയറക്റ്റ് ഇത് കൊടുക്കുന്നില്ലെങ്കിലും മരണത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ട്രാപ്പിലേക്ക് പോകുന്ന ഒരു. അതെ അതെ അതെ. ഇത് ഈ പറയുന്ന ട്രാപ്പിലോട്ട് പോകുന്നത് നമുക്കിപ്പോ ചെറിയ കുട്ടികളാണെങ്കിലുള്ള അവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഞാനൊരാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ അഡിക്റ്റ് ആയിപ്പോയ ഒരാളുടെ അടുത്ത്. ആള് 17 വയസ്സിൽ തൊട്ട് ഈ ഗെയിമിങ് പലതരം ഗാംബ്ലിംഗ് ആപ്പുകളിലൊക്കെ കൊണ്ട് പൈസ ഇട്ട് അവസാനം ഒരു 2 വർഷം ഇതിന്റെ പുറകെ നടന്ന് ലൈഫ് സ്പോയിലായി എന്നാ പറഞ്ഞു. ആൾക്ക് 10-21 വയസ്സിൽ ആളുടെ ഒരു കടബാധ്യത എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ. ഇതേപോലെ പഠിക്കുന്ന കുട്ടികൾക്കും ഇതേപോലെ ലക്ഷങ്ങളുടെ കടം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പലരും സൂയിസൈഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഇത് തന്നെ ഈ പറയുന്ന ഇവർക്കൊന്നും താങ്ങാൻ പറ്റില്ല. ഇപ്പൊ നമ്മളൊരു 10-30 വയസ്സുള്ള ആൾക്ക് തന്നെ ഒരു 10 ലക്ഷം രൂപ കടം വന്നതിന് തന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിയിരിക്കും. എന്ത് ചെയ്യുന്ന അറിയാതെ. അതെ അതെ അതെ. പല ഈ ഒരു കഴിഞ്ഞ മാസം തന്നെ 2 ആഴ്ച മുന്നേ അഫ്നാന്റെ കേസിൽ തന്നെ ഇതേപോലെ കടത്തിന്റെ പേരിൽ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസുകൾ കണ്ടത്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഞാൻ വേറൊരാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ഒരാൾ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ. ഞാൻ സൂയിസൈഡിന്റെ വക്കിലാണ്, എൻ്റെ ഒരു പൈസ ഇതേപോലെ കുറേ ഒരു ചെറിയൊരു പയ്യനാണ്, 17 വയസ്സെന്തേ ഉള്ളൂ. ഞാൻ പൈസ ഒരു 15,000 രൂപ കളഞ്ഞു, ഇനി എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് 15,000 രൂപയ്ക്ക് പയ്യൻ അതായത് സൂയിസൈഡിന്റെ വക്കിലാണെന്നാണ് പറയുന്നത്. ഞാൻ കുറെ സംസാരിച്ചിട്ട് അങ്ങോട്ട് സമാനിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്തായെന്ന് അറിയില്ല, ഒരു റാൻഡം അക്കൗണ്ടാ. ഇതേപോലെ ഭയങ്കരമായിട്ട് അതെ. അത് ഈ ചെറിയ കുട്ടികൾക്കൊന്നും ഇതൊന്നും ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു ചെറിയ 10,000 രൂപ ആണെങ്കിൽ കൂടെ, ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടെ അവരുടെ കണ്ണിൽ അത് വലിയ എമൗണ്ടാ. ആ ഒരു സാധനത്തിലോട്ടാണ് ഈ പലരും ഈ പറയുന്ന ധ്യാനാണെങ്കിലും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഈ തൊപ്പിയാണെങ്കിലും നിക് വ്ലോഗ്സ് ആണെങ്കിലും നന്മമാരാണെന്നൊക്കെയാ പറയുന്നത്. എന്നിട്ട് സൈഡിൽ കൂടെ ചെയ്യുന്നത് ഇതാണ്. അതെ, കുറെ പൊതുവെ നമ്മുടെ കേരളത്തിന്റെ ഒരു സിനാറിയോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിനപ്പുറത്തെ 4000 തെറ്റുകൾ ചെയ്താലും ആളുകൾ നല്ലത്. അതെ അതെ. ആക്ച്വലി ഒരു 1.5 years മുന്നെയാണ് നിക് വ്ലോഗ്സിന്റെ ഒരു വീഡിയോ ഇതേപോലെ എടുത്ത് പറയുന്നത്. ആളാണ് മെയിനായിട്ട് അതേപോലെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഗാംബ്ലിംഗ് എന്താണെന്നോ ഇതാണെന്നോ ഈ ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടെന്നോ ഒന്നും ആ ഒരു സമയത്തൊരു അവയർനെസ് ഒന്നും ഇല്ലാത്തൊരു സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്തപ്പോൾ നിക് വ്ലോഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് നമ്മളെ ചീത്ത വിളിക്കുകയായിരുന്നു. കാരണം നിക് വ്ലോഗ്സ് ആരാ? നിക് വ്ലോഗ്സ് ഇത്രയും വലിയ നന്മ ചെയ്യുന്ന, ഇത്ര ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന, ഇത്ര ഒരാൾക്ക് മറ്റേ ചായക്കട വെച്ച് കൊടുക്കുന്ന, ഉപജീവന മാർഗം കൊടുക്കുന്ന ഒരാളല്ലേ. അയാളെ കുറ്റം പറയാൻ നിങ്ങളാരാ? അയാൾ അതൊക്കെ ചെയ്യുന്നില്ലേ? അയാൾക്കപ്പോൾ ഈ ഇങ്ങനെ ഗാംബ്ലിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത എന്താ കുഴപ്പം എന്നാണ്.
ഒരാളെ ഒരു 2-3 പേരെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു സൈഡിൽ കൂടെ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കി സൈഡിൽ കൂടെ കുറേ പേരെ കൊലക്കി കൊടുത്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചാരിറ്റി എന്നുള്ളത് അത്രയും വലിയൊരു ബിസിനസ്സാണ്. ഇഷ്ടം പോലെ നമ്മൾ ചാരിറ്റി ബേസ്ഡ് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാമല്ലോ. ഈ വേറൊരാളുണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന മല്ലു ഫാമിലിയുടെ സുജിൻ എന്ന് പറഞ്ഞത്. ആളുടെയും ബേസിക്കലി സാധനം ചാരിറ്റിയുടെ കാര്യത്തിലാണ്. ആളുടെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. ഇഷ്ടംപോലെ വീഡിയോകളിൽ എല്ലാവരും പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ആരെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ വിൽക്കുകയാണെങ്കിൽ ഇയാൾ പോയിട്ട് നേരെ പോയി ഒരു കുറച്ച് കരിക്കൊക്കെ വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് മൊത്തം ഞാൻ വാങ്ങിക്കട്ടെ, ഞാൻ 1500 രൂപ വരാം, ഇത് മൊത്തം വാങ്ങിക്കട്ടെ, 500 രൂപ ഉണ്ടാണെങ്കിൽ ഞാൻ 1500 സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞു ആളെല്ലാ ദിവസവും ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ പോവുക. എന്നിട്ട് എല്ലാത്തിൻ്റെയും അവസാനം എനിക്ക് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന പൈസ എങ്ങനെ കിട്ടിയെന്നറിയോ? ഗെയിം കളിച്ച് കിട്ടി. നിങ്ങളും പോയി കളിക്കും. അതെ അതെ. അല്ല ഈ പറയുന്ന ഇവരൊക്കെ ചാരിറ്റി ഒക്കെ വെറും കണ്ടന്റ് മാത്രമാണ്. അതിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഒരു 1500 രൂപ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടല്ലേ ബേസിക്കലി. അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സൈറ്റ് ഇടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായി. എനിക്കൊന്ന് അഭിജിത്ത് അതിന് മുൻപ് ചെയ്തിരുന്നു. പക്ഷെ ഈ അടുത്ത് വാർത്തയായ ഒരു സംഭവം ഉണ്ടായിരുന്നു. കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റുകൾ, ഇങ്ങനെ CRT ഒക്കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ സൈറ്റുകളിൽ ഒക്കെ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് തുറക്കുന്ന സമയത്ത് ഇത് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളുടെ ഇന്റർഫേസുകളിലേക്കാണ്. ഇത് ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടണം. അപ്പൊ അതിന്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഗാംബ്ലിംഗ് ആപ്പുകളിലേക്കുള്ള റീഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും അത് ഒരു സംസ്ഥാനത്തിന്റെ, ഇത് കേരളത്തിന് മാത്രമല്ല മേഘാലയയുടെയും സമാനമായ രീതിയിൽ ഉണ്ടെന്നാണ്. മാത്രമല്ല ഇത് സെൻട്രൽ ഗവൺമെന്റ് സൈറ്റുകളും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് സൈറ്റുകളിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ഞാനിത് ഒരു 6 മാസമായി തോന്നുന്നു ഈ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിലെന്താണെന്ന് എനിക്കപ്പം ഇത് ജസ്റ്റ് ഒരു ഹാക്കിംഗ് ആണെന്ന് മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേംസ് ഞാൻ പലയിടത്തും ചോദിച്ചപ്പോൾ ഡൊമൈൻ സ്പൂഫിംഗ് ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ ബേസിക്കലി നടക്കുന്നത് വെച്ചാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് വഴി കയറുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ LSGDയുടെ സൈറ്റാണ്, ഞാനൊരു പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ കേരളത്തിലെ LSGDയുടെ സൈറ്റിലോട്ട് കയറുമ്പോൾ ഇതേപോലെ റമ്മി ആപ്പോ ഗാംബ്ലിംഗ് ആപ്പിലോട്ടൊക്കെ പോകുന്നുണ്ട്. പോരാത്തന്നെ FSSAയുടെ സൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതേപോലെ ഇഷ്ടംപോലെ സൈറ്റുകൾ അന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഗൂഗിൾ സെർച്ച് വഴി കയറുമ്പോൾ മാത്രമേ ഇതിലോട്ട് പോവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊന്നും ഇത് ശ്രദ്ധിക്കാതെ പോയതും. കാരണം അവരുടെ കയ്യിലെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന സൈറ്റുകൾ ഡയറക്റ്റ് URL അടിച്ചു കൊടുത്തിട്ടായിരിക്കും കയറുന്നുണ്ടാവുക. ഗൂഗിൾ സെർച്ച് വഴി അധികം കയറുന്നുണ്ടാവില്ല. നമുക്ക് ഗൂഗിൾ സെർച്ച് വഴി കയറുന്നത് നമുക്ക് ആവശ്യമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും സാധനം നോക്കാനൊക്കെ ആയിരിക്കും ഗൂഗിൾ സെർച്ച് ആയിട്ട് നമ്മൾ നോക്കുക. അങ്ങനെ പോകുമ്പോഴാണ് ഈ പറയുന്ന ഗാംബ്ലിംഗ് ആപ്പുകളിലോട്ട് കയറുന്നത്. ശരിക്കും ഈ സൈറ്റുകളൊന്നും അത്രത്തോളം സ്ട്രോങ് അല്ല എന്നുള്ളൊരു. അതെ അതെ അതെ. നമ്മുടെ ഗവൺമെൻറ് സൈറ്റുകളുടെ ഒന്നാമത്തേത് സെക്യൂരിറ്റി ഒട്ടും ഇല്ല എന്ന് തന്നെ പറയണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ഗവൺമെൻറ് സൈറ്റുകൾ തന്നെ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 15 കൊല്ലമായിട്ട് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആണല്ലോ മിക്ക ഗവൺമെൻറ് സൈറ്റുകൾക്കും. അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള സെക്യൂരിറ്റികൾ സ്ട്രോങ് ആക്കേണ്ട കാര്യം എന്തായാലും ഉണ്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ ആളുകളുടെ ഡാറ്റകളൊക്കെ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. നാട്ടിൽ ആധാറിന്റെ ഡാറ്റ വരെ ലീക്ക് ആയിട്ടുള്ള ഒരു നാടായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിന്റെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാവുമോ അറിയില്ല. ഇപ്പൊ പലരും അഭിജിത്തിനെ വിളിക്കുന്ന ഗോവർദ്ധൻ എന്നുള്ള മറ്റേ ലൂസിഫറിനത്തെ ക്യാരക്ടറിന്റെ പേരൊക്കെ പറഞ്ഞ് വിളിക്കുന്നതായിട്ട് കാണാറുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? അതായത് ഇതിങ്ങനെ എക്സ്പോസ് ചെയ്യാം, ആളുകളുടെ ഈ യഥാർത്ഥ നിറം അല്ലെങ്കിൽ കളേഴ്സ് എക്സ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആക്ച്വലി ആൾക്കാർ ഗോവർദ്ധൻ പേര് തന്നാണ്, ഞാനായിട്ട് പറഞ്ഞൊന്നുമല്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈംസും ഫിനാൻഷ്യൽ സ്കാംസും ഒക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ സ്കാംസ് ഇങ്ങനെ കവർ ചെയ്തു. ഈ നാട്ടിലുള്ള ഹൈ റിച്ചിൻ്റെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. MyV3 ആഡ്സ്, ഇഷ്ടംപോലെ സ്കാമുകളുണ്ടല്ലോ, മോറിസ് കോയിൻ, ഇതിൻ്റെ എല്ലാം നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഈ ഒരു കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ശരിയാണ്, പലരും ചോദിക്കുന്നുണ്ടാവും ഇതേപോലെ ഇവരുടെ പേരെടുത്ത് പറയണോ എന്നൊക്കെ ചോദിക്കണം കണ്ടിട്ടുണ്ട്. അതായത് വെറുതെ പറഞ്ഞാൽ പോരെ, ഇവർക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ എന്തും വിളിച്ചു പറയാമെങ്കിൽ ഇവരെ പേരെടുത്ത് ഇവരെ ചോദ്യം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു അങ്ങനെ നിശ്ചയിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരെയും ഇങ്ങനെ പേരെടുത്ത് പറയുന്നത്, പലരെയും ചിലപ്പോൾ അത് എക്സ്പോസ് എന്നുള്ള രീതിക്ക് ആവുന്നതും. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണൊക്കെ
എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലോസ് ഒക്കെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ സോഴ്സസ് വെച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എങ്ങനെയാണ് ഇതിനൊക്കെ ക്ലാരിറ്റി വരുത്താനായിട്ട് എന്തെങ്കിലും ഒരു ടീമിനോടോ അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ? ഇല്ല, അധികം റിസർച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് പണ്ടേ ഒരു ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യാനൊരു അല്ല നമ്മൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്തായാലും തെറ്റും. നമ്മൾ അതിന്റെ സോഴ്സസ് നോക്കണം. അതായത് നമ്മളിപ്പോൾ അത് ഓതറേറ്റീവ് ആണോ, ഈ സൈറ്റുകൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ അത് കുറച്ച് എന്താ പറയുക ക്രോസ് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു അത് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ ക്യൂരിയസ്. ഇതിനൊപ്പം വേറെ എന്തൊക്കെ പരിപാടികളിലാണ് അഭിജിത്ത് മുഴുകിയിരിക്കുന്നത്? ഞാൻ ഇത് ജസ്റ്റ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, IT-ലാണ്. അതേ ഉള്ളൂ, അതെ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ ഇനി എന്താണ് ശരിക്കും പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഓഡിയൻസ് എന്താണ്, ഡെഫിനറ്റ്ലി അഭിജിത്തിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ ഇനി മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഫോളോവേഴ്സിനോടും അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോടൊക്കെ എന്തായിരിക്കും ഒരു അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? വെറുതെ ഇരുന്ന് ആരും പൈസ തരില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഗെയിം കളിച്ചിട്ടും പൈസ ആർക്കും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് തുടക്കത്തിലൊരു 10-500 രൂപ മാത്രമായിരിക്കും. അതെല്ലാം നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ തട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ കഴുകന്മാരെ പോലെ ചുറ്റുമുണ്ട്. ഇപ്പോൾ എത്ര വലിയ ഇൻഫ്ലുവൻസർ എന്ത് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കരുത്. സ്വയം ഒന്ന് ആലോചിച്ചിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുക, സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്, ഇത്രയും വിവരങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക് യു.